എന്താണ് ഒരു ചൈൽഡ് ട്രോമ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതിനെ? കുഞ്ഞുനാളിലെ ഉണ്ടാവുന്ന ആഘാതം, ആ കുട്ടികൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്നതാവാം, വീട്ടിലെ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ വേറെ പുറത്ത് സംഭവിക്കുന്ന നാച്ചുറൽ കലാമിറ്റീസ് പോലെ അങ്ങനത്തെ എന്ത് ട്രോമ വേണമെങ്കിലും ആവാം. ട്രോമ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ലൈഫ് ലോങ് അതിന്റെ ഇഫക്റ്റ് പോവും എന്നുള്ളൊരു സംഭവമാണ്. ഈ ട്രോമ എപ്പോഴും സൊമാറ്റിക് ആണ്, ബോഡിയിൽ ഫീൽ ചെയ്യും. ബോഡി ഹാസ് ടു ഫീൽ സേഫ്, ഇൻ കൺട്രോൾ ആയിരിക്കണം. ജെൻ ആൽഫ കിഡ്സിനെ നോക്കുന്ന പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജെൻ ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും അവർ വീണത് തന്നെ ഗാഡ്ജറ്റും കണ്ടുകൊണ്ടാണ്. നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കുറച്ച് ജനറേഷന് ഉചിതമായിട്ടുള്ള പാരന്റിങ് ചെയ്താൽ നല്ലതാണ്. രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ ആ ഒരു കണക്ഷൻ കിട്ടിയിട്ട് കറക്ഷനിലേക്ക് പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത്. സ്നേഹത്തിലൂടെയുള്ള കറക്ഷൻ ആണ് കൂടുതൽ ഈ ജനറേഷനിൽ വർക്ക് ആവുക. ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും മേജർ കോസ് ഓഫ് ട്രോമ എന്താണ് കുട്ടികളിൽ? ഹലോ ആൻഡ് വെൽക്കം ടു ഗ്ലോബൽ വില്ലേജ് നെറ്റ്വർക്ക്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ അനുപമ സൂരജ് ആണ്. വെൽക്കം. താങ്ക് യു. അപ്പോൾ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. ഒരു സൈക്കോളജിസ്റ്റിനെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഇൻ്റർവ്യൂസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ഡൗട്ട്സും ഒരുപാട് കാര്യങ്ങളുണ്ട് ചോദിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈൽഡ് കെയർ ട്രോമ ഇതാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന്. ഡോക്ടർ, ശരിക്കും എന്താണ് ഒരു ചൈൽഡ് ട്രോമ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതിനെ? ഞങ്ങളുടെ NGO വഴിയാണ് നമ്മൾ കൂടുതലും ചൈൽഡ് കെയർ അല്ലെങ്കിൽ ചൈൽഡ് സർവൈവേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. NGOയിലാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് കുഞ്ഞുനാളിലെ ഉണ്ടാവുന്ന ആഘാതം, അതായത് ഇപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം. അത് ആ കുട്ടികൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്നതാവാം, വീട്ടിലെ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ വേറെ പുറത്ത് സംഭവിക്കുന്ന നാച്ചുറൽ കലാമിറ്റീസ് പോലെ അങ്ങനത്തെ എന്ത് ട്രോമ വേണമെങ്കിലും ആവാം. അത് ട്രോമ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ലൈഫ് ലോങ് അതിൻ്റെ ഇഫക്റ്റ് പോവും എന്നുള്ളൊരു സംഭവമാണ്. അപ്പം കുഞ്ഞുനാളിൽ നമുക്ക് എന്ത് കുട്ടികൾക്ക് സംഭവിക്കുകയാണെങ്കിലും ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അത് കറക്റ്റ് രീതിക്ക് തുറന്നു പറയാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്പേസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പറയാൻ അറിയില്ല, അല്ലെങ്കിൽ കറക്റ്റ് വാക്കുകളില്ല, അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല അവരെ കേൾക്കാൻ. അപ്പൊ ഇത് എന്തായാലും അത് ട്രോമാറ്റിക് ആണ്. അപ്പോൾ ഇപ്പൊ ഇവന്റ് ആസ് സച്ച് മാത്രമല്ല, പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി വരുന്ന എല്ലാ സംഭവങ്ങളും ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ കുട്ടി ഒരു ഡിസ്ട്രെസ്സിലാവുമല്ലോ. അപ്പൊ അതിനെ നമുക്ക് ട്രോമ എന്ന് വിശേഷിപ്പിക്കാം. നമ്മളുടെ ഒരുപാട് പേരുടെ ഡൗട്ടാണ് ഈ എക്സ്ട്രീം അബ്യൂസ് മാത്രമായിരിക്കുമോ ട്രോമ എന്നുള്ളത്. ശരിക്കും അങ്ങനെയാണോ? ഇപ്പോൾ ഒരു പീസ്ഫുള്ളായിട്ട് പോകുന്ന ഒരു ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ട്രോമ കൂടാതെ ഉണ്ടോ? ഇല്ല. ഇപ്പൊ വീട്ടിലെ അന്തരീക്ഷം ഡിസ്ഫങ്ഷണൽ ആവുകയാണെങ്കിൽ അവിടെ നിന്ന് ട്രോമ വരാം. പിന്നെ അതല്ലാതെ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് മോസ്റ്റ്ലി എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു ഗ്രേവ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായാൽ മാത്രമാണോ ഇങ്ങനെ ഒരു ട്രോമ ഉണ്ടാവുന്നത്? അല്ല. ഇപ്പം നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ നിഗ്ലക്റ്റ് എന്ന് പറയുന്ന സാധനം. ഇപ്പൊ കുട്ടിയുടെ കാര്യങ്ങൾ തീരെ നോക്കുന്നില്ല, കുട്ടിയെ കേൾക്കുന്നില്ല, ഒന്ന് എന്താ പറയുക, അവഗണിക്കുകയാണ്. ഇതെല്ലാം ആക്ച്വലി കുട്ടിക്ക് ട്രോമാറ്റിക് ആണ്. അതേപോലെ തന്നെ ഇത് ഫിസിക്കൽ ഓർ സെക്ഷൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ നമ്മൾ ഒരു കുട്ടി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മൾ അവരെ ടോട്ടലി ഇൻവാലിഡേറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ അവര് ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്തിനാവും, ഇനിയൊക്കെ എന്തിനു കൊള്ളാം, ഇങ്ങനെയൊക്കെ അവരെ അൺവേർത്തി ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളും അവർക്ക് ട്രോമാറ്റിക് ആണ്. നമ്മൾ ചിലപ്പോ ഈ പേരൻസ് അത്രയും ചിന്തിക്കാണ്ട് പറയുന്ന കാര്യങ്ങള്. അതെ അതെ. ഓക്കെ. അങ്ങനെ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? ഈ പറയുന്ന പോലെ ഒന്നും റിവീൽ ചെയ്യാണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് പോലെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് ഉണ്ടോ? ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ഇപ്പൊ കുട്ടികൾ ബേസിക്കലി 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം പാരന്റ്സ് അല്ലെങ്കിൽ ഇപ്പം രക്ഷിതാക്കൾ ആരാണോ അവര്, പാരന്റ്സ് തന്നെ ആയിരിക്കണം എന്നില്ല, ചില കുട്ടികളൊക്കെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ കേരളമാണ്. അപ്പം ഇപ്പം അവയർനെസ് ഇല്ലാത്ത ഒരു കൂട്ടരാണെങ്കിൽ, ഈ രക്ഷിതാക്കൾ എന്ന് പറയുന്നവർക്ക് അധികം ഒരു അവബോധം ഇല്ലെങ്കിൽ, ഇപ്പം ചിലർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവരെ നോക്കാം, പാരന്റ് ചെയ്യാം. ചിലർ ഭയങ്കര ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയും, എല്ലാം കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ. അപ്പോൾ കുട്ടിയായിട്ട് ബേസിക്കലി കണക്ഷൻ ഇല്ല ആക്ച്വലി. അപ്പം ഇവരിപ്പം നമ്മളോട് ഇപ്പം എന്നോട് വന്ന് ചില സമയത്ത് പറയാറുണ്ട്, കുട്ടി അങ്ങനെ അവൾ അത്ര വലിയ എഫക്റ്റഡ് അല്ല, അല്ലെങ്കിൽ കുട്ടി എഫക്റ്റഡ് അല്ല എന്നുള്ള രീതിക്ക്. പക്ഷെ അത് അങ്ങനെയല്ല ആക്ച്വലി. ഇപ്പോൾ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടി ഇപ്പോൾ ഓപ്പോസിറ്റ് റൂമിൽ ഇവർ ചിലപ്പോൾ
ചിലപ്പം എന്തെങ്കിലും അപ്പുറത്തൊരു ഫാമിലി കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. അപ്പൊ ഫാമിലി കോൺഫ്ലിക്റ്റ് വരുമ്പോൾ കുട്ടിയെ ചിലപ്പോൾ ഇവർ മാറ്റി നിർത്തുന്നുണ്ടാവായിരിക്കും അപ്പുറത്തെ റൂമിലോ മറ്റോ. പക്ഷെ കുട്ടി അവിടെ ചിലപ്പോൾ ഒരു ക്രൗച്ച് പൊസിഷനിലൊക്കെ ആയിരിക്കും, ഒരു വൂം ലൈക്ക് പൊസിഷനിലൊക്കെ. ഇപ്പൊ പേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കില്ലേ, ഇങ്ങനെയൊക്കെയുള്ള പൊസിഷനിലൊക്കെ കുട്ടി ഇരിക്കാം. ഇതെല്ലാം കുട്ടിക്ക് ട്രോമാറ്റിക് ആണല്ലോ. കാരണം ഈ ട്രോമ എപ്പോഴും സൊമാറ്റിക് ആണ്, ബോഡിയിൽ ഫീൽ ചെയ്യും എപ്പോഴും. നമുക്ക് ബോഡി ഹാസ് ടു ഫീൽ സേഫ്, ഇൻ കൺട്രോൾ ആയിരിക്കണം അല്ലെ. നമുക്ക് ഒരു സേഫ്റ്റി ഫീലിംഗ് ഇമോഷണലി, ഫിസിക്കലി, സെക്ഷലി എല്ലാം നമുക്ക് വരണമല്ലോ. അതായത് ആ കുട്ടിക്ക് വന്നാലേ ആ കുട്ടിക്ക് സേഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. രണ്ടാമത് കാഷ്വൽ ആയിട്ടുള്ള ഈ പറഞ്ഞ മാതിരി ഇൻവാലിഡേഷൻ എന്ന് പറയുന്ന സംഭവം, അതും ഈ പറഞ്ഞ മാതിരി പ്രോപ്പർലി തിങ്ക് ചെയ്യാതെ അല്ലെങ്കിൽ അത്ര കെയർ കൊടുക്കാതെ, ചിലർക്ക് അത് റൈറ്റ് വേ ഓഫ് ടോക്കിംഗ് അല്ലെങ്കിൽ കുട്ടിയെ എങ്ങനെ ചേർത്ത് പിടിക്കണം, കുട്ടിയായിട്ട് എങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊക്കെ അറിയാതെ വരുന്നതും ഉണ്ടാവാം. മനഃപൂർവ്വം ചെയ്യുന്നതും ആയിരിക്കില്ല. ചിലത് അവർക്ക് എന്താ പറയാ, ബേസിക്കലി അവര് വളർന്ന സാഹചര്യങ്ങളും അതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ കുട്ടികളെ നോക്കുന്ന രക്ഷിതാക്കൾക്ക് തന്നെ ഒരുപാട് ബാഗേജ് ഉണ്ടെങ്കിൽ, അത് ഹീൽഡ് അല്ലെങ്കിൽ അവിടെയും പ്രശ്നങ്ങൾ വരാം. മനസ്സിലായി. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പേരൻസ് ഇപ്പൊ നമ്മളുടെ സിറ്റുവേഷൻസ് ഒരുപാട് ചേഞ്ച് ആണ്. നമ്മൾ പേരൻസ് വളർന്നു വന്ന സാഹചര്യമേ അല്ല കുട്ടികൾ ജീവിക്കുന്നത്. അപ്പൊ മെയിൻലി എല്ലാവരുടെയും പരാതിയാണ് കുട്ടികളുടെ സ്ക്രീൻ ടൈം ആണെങ്കിലും അല്ല. ബട്ട് അവര് വളർന്നു അവർക്ക് സ്ക്രീൻ ഇല്ലാത്തൊരു ലോകം അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ജെൻ ആൽഫ കിഡ്സിനെ നോക്കുന്ന പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഒട്ടുമിക്ക ഇപ്പം ഞാൻ മുന്നേ പോയിരിക്കുന്ന ചാനലിലും എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കുറച്ച് ജനറേഷൻ ഉചിതമായിട്ടുള്ള പാരൻറ്റിങ് ചെയ്താൽ നല്ലതാണ്. അപ്പം നമ്മൾ ആസ് പാരൻസ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പാരൻസ് കുറച്ചും കൂടി ആക്സെപ്റ്റിംഗ് ആണ്. പ്രീവിയസ് ജനറേഷനിലുള്ള പാരൻസ് ഇപ്പോൾ ജെൻസീസ് വന്നപ്പം അവര് ജെൻസീസിന് ഒരു കുട്ടികളെങ്ങനെ എഴുന്നേറ്റ് നിന്ന് അവനവൻ്റെ കാര്യം പറയുക, അതായത് ആക്ച്വലി ദേ ആർ സ്പീക്കിംഗ് ഫോർ ദംസെൽസ്, അല്ലെങ്കിൽ അവർ എഴുന്നേറ്റ് കാര്യം ചോദിക്കും. ഇങ്ങനെയാണ് ഒരു അനീതിയൊക്കെ കണ്ട് അവർ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അപ്പം ചിലപ്പം രക്ഷിതാക്കൾക്ക് എല്ലാവരും പറയുന്നില്ല, ചിലർ അതിനെ ഒരു അഹങ്കാരം എന്നൊക്കെ പറയും. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ഭയങ്കര അറോഗൻ്റ് ആണെന്ന് പറയും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ശരിക്കും നമ്മൾ തന്നെയാണ് അവരങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യുന്നത്. യു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണല്ലോ, അവരെങ്ങനെ അസേർട്ടീവ് ആവണം. അപ്പം അതൊരു ആവശ്യവുമാണ്. പല സാഹചര്യങ്ങളിൽ അത് ആവശ്യമാണ്. അവർക്ക് നോ പറയാനും ബൗണ്ടറി സെറ്റ് ചെയ്യാനും ഒക്കെ അത് ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ജെൻസീസ് വന്നപ്പോൾ ഞാൻ കണ്ടു. പിന്നെ ജെൻ ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും അവർ വീണത് തന്നെ ഗാഡ്ജറ്റും കണ്ടുകൊണ്ടാണ്. അപ്പം പലപ്പോഴും രക്ഷിതാക്കള് ബിസി ആയി പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ന്യൂക്ലിയർ ഫാമിലിയാണ് കൂടുതലും, പിന്നെ ആൾക്കാരെല്ലാം ബിസിയാണ്. അപ്പം കുട്ടികളാണെങ്കിലും ഇതിൽ സ്ക്രോളിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ കോവിഡ് ഒരു മെയിൻ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ചേഞ്ച് ഇവിടെ ഉണ്ടാക്കിയല്ലോ. ക്ലാസ് റൂം വീട്ടിൽ വന്നതും എല്ലാവർക്കും ഗാഡ്ജറ്റ് ഇന്നെവിറ്റബിൾ ആയി. അപ്പം എല്ലാവരും ഗാഡ്ജറ്റിലാണ്, ഗ്രാൻഡ് പാരൻസ് തൊട്ട് കുഞ്ഞു കുട്ടികൾ വരെ. ഇപ്പം ജെൻ ആൽഫ ആണല്ലോ ചോദിച്ചത്. അപ്പം ജെൻ ആൽഫ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർ ഡിജിറ്റലി എക്സ്പോസ്ഡ് ആണ്. പിന്നെ അവരൊരു എന്താ പറയുക, ഭയങ്കര അവയർനെസ് ഉള്ള ജനറേഷൻ ആണ് ആക്ച്വലി. കാരണം അവർ എക്സ്പോസ്ഡ് ആണ് കണ്ടന്റും ഒത്തിരി. എന്നാൽ ഇമോഷണൽ മാനേജ്മെന്റിന് അവർക്ക് രക്ഷിതാക്കളുടെ സഹായം വേണം, കാരണം വൾണറബിളും ആണ്. അങ്ങനെ എന്നാൽ അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഇപ്പം നമ്മളിപ്പം കുട്ടികളോട് സംസാരിക്കുമ്പം എനിക്ക് തോന്നാറുള്ളത്, പെട്ടെന്ന് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും ജെൻ ആൽഫ. അവർക്ക് എല്ലാം അറിയാം, നമ്മൾ പറയുന്ന കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കും എന്നുള്ളൊരു സംഭവം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ റെഗുലേഷന്റെ സൈഡ് നമ്മൾ സഹായിച്ചു കൊടുക്കേണ്ടി വരും അവർക്ക്. അപ്പൊ അത് പാരൻസ് ഒരു റെസ്പോൺസീവ് പാരന്റിങ് നമ്മൾ പറയില്ലേ, അപ്പം കുട്ടിക്ക് എന്താണോ വേണ്ടേ അതനുസരിച്ചിട്ടുള്ള ഒരു സംഭവം. പിന്നെ എപ്പോഴും ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ ആ ഒരു കണക്ഷൻ കിട്ടിയിട്ട് കറക്ഷനിലേക്ക് പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത്. സ്നേഹത്തിലൂടെയുള്ള കറക്ഷൻ ആണ് കൂടുതൽ ഈ ജനറേഷനിൽ വർക്ക് ആവുക. സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് പോകുമ്പോൾ കൂടുതൽ അറ്റാച്ച്മെന്റ് പ്രോബ്ലംസ് ഒക്കെ വരാം പാരൻസ് ആയിട്ടും എല്ലാം. മനസ്സിലായി. ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും മേജർ കോസ് ഓഫ് ട്രോമ എന്താണ് കുട്ടികളിൽ? ആക്ച്വലി ഡിജിറ്റലി നമ്മൾ നോക്കുവാണെങ്കിൽ അവർ പല പ്ലാറ്റ്ഫോംസ് ഇങ്ങനെ ഡിജിറ്റലി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ഈസിലി അവൈലബിൾ ആണ്, എക്സ്പോസ്ഡ് ആണ്. അപ്പം അവർക്ക് ചില സമയത്ത് അവർ ഏത് പ്ലാറ്റ്ഫോമിൽ പോയി എന്തൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു ഹ്യൂമൻ സെക്ഷുവാലിറ്റിയെ കുറിച്ച് എടുക്കുവാണെങ്കിൽ തന്നെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല കിട്ടുന്നെങ്കിൽ, ഇപ്പം എൻ്റെ അടുത്തൊരു ചെറിയ കുട്ടി വരുമായിരുന്നു. വന്നിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞത് ആ കുട്ടിയുടെ എന്താ പറയാ ഓറിയന്റേഷൻ, ആ കുട്ടിക്ക് ഡൗട്ട് ആണ്. വളരെ കുഞ്ഞു കുട്ടിയാണ്. എത്ര വയസ്സ് കാണും?
എനിക്ക് തോന്നുന്നു 8 ഇയേഴ്സ് ആണെന്ന് തോന്നുന്നു. ഓ അപ്പം പിന്നെ ഞാൻ കുറേ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആള് കുറേ എന്തൊക്കെയോ ഗ്രൂപ്പിലൊക്കെ പോയി കയറിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം വഴിയും കുറെ ഗ്രൂപ്പ്സിലൊക്കെ. പിന്നെ ചാറ്റിങ്ങിലൂടെയും എല്ലാം ആള് മനസ്സിലാക്കി 8 വയസ്സുള്ള എടുത്തിരിക്കുന്ന കുട്ടി. കുറെ ചാനൽസിലോട്ടൊക്കെ പോയി മേ ബി സൂപ്പർവൈസ്ഡ് അറ്റൻഷൻ, അല്ലെങ്കിൽ ആ കുട്ടി എന്താ ചെയ്യണമെന്ന് നോക്കാൻ ആളില്ലാഞ്ഞിട്ടായിരിക്കാം. അപ്പം അങ്ങനെ പോയി. പിന്നെ അത് ഒരു കോൺവെർസേഷനിലിട്ടാണ് ഞാൻ കൊണ്ട് എത്തിച്ചത്. കാരണം നമ്മൾ അവരെ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ത് സാഹചര്യമാണോ കുട്ടി അതിലോട്ട് കൊണ്ട് എത്തിച്ചത്, കുട്ടിയുടെ കറന്റ് സാഹചര്യം എന്താണ്, കുട്ടി എന്താണ് അതിനകത്ത് മനസ്സിലാക്കിയിരിക്കുന്നത്, ആ ഗ്രൂപ്പിൽ എന്താണ് നടക്കുന്നത്, എന്താണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. മേ ബി കുട്ടിക്ക് ഒരു ബിലോങ്ങിങ്നെസ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇനി ആരും ഇല്ല എന്നുള്ള തോന്നലാണോ, അപ്പൊ എവിടെയെങ്കിലും ഒന്ന് ബിലോങ്ഡ് ആവണം, അതിന് വേണ്ടിയിട്ട് കുറെ ഗ്രൂപ്പിൽ കയറിയതായിരിക്കാം. സിമിലർ ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് പറഞ്ഞ് ശരിയാക്കിയായിരുന്നു. മീൻസ് നമ്മൾ ഇങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ തന്നെ നമ്മൾ ചില ആൾക്കാർ പറയല്ലോ, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, ഞാൻ കുറച്ച് വിയേർഡ് ആണെന്നൊക്കെ കുട്ടികൾ വന്ന് പറയാറുണ്ട്. അപ്പം വി ആക്ച്വലി ആസ്ക് ദം ടു വെയിറ്റ്. നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇത് വരണമല്ലോ, അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം എന്താന്നുള്ളത് നോക്കിയിട്ട്. ബിക്കോസ് ദേ ആർ ടു യങ് അല്ലേ ഇപ്പൊ. അപ്പൊ ഇൻഫോർമേഷൻസ് അധികം ആകുമ്പോൾ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. അതെ, നമ്മൾ കണ്ടന്റ് ഓവർലോഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഇപ്പം ഒത്തിരി ഇങ്ങനെ ഇപ്പൊ റീൽസ് സ്ക്രോൾസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം. എന്താ പറയാ, നമ്മളിങ്ങനെ ജസ്റ്റ് കുട്ടികളാണെങ്കിലും ഒരു സ്ക്രോളിംഗ് എന്ന് പറഞ്ഞൊരു വേർഡാണ് ജെൻസീസ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ. ലിറ്ററലി അതാണ്. അപ്പം അതിങ്ങനെ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒത്തിരി കണ്ടന്റ്സ് ആണ് പോകുന്നത്. അപ്പൊ അത് ആക്ച്വലി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഭയങ്കര ഓവർലോഡഡ് ആവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ട്. അതും സെക്കൻഡായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഈ ചാനൽസ് പല സ്ഥലത്തും പോയി പെട്ടിട്ടുള്ള റോങ് ആയിട്ടുള്ള ധാരണകൾ വരുന്നതും, അല്ലെങ്കിൽ അതല്ലാണ്ട് ഇത് ത്രൂ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഈ റീസെന്റ് ഡേയ്സിൽ ഏറ്റവും കൂടുതൽ ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ടുള്ള കേസസിൽ ഏറ്റവും കോമൺ ആയിട്ട് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഈ പറഞ്ഞ പോലെ കുറെ കേസസ് ഒക്കെ ഉണ്ട്. പിന്നെ പാരൻസിന്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുറച്ച് കൺസേൺസ് ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സെഷന് പോകുമ്പോൾ റീസെന്റ് പറഞ്ഞ ഇപ്പം ജെൻ ആൽഫ കിഡ്സ് എന്ന് പറയുമ്പോൾ അവര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രോ സ്ലാങ് ആണല്ലോ, സ്ലാങ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പൊ അവര് ടീച്ചേഴ്സിനോടും അതേ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. അപ്പൊ ഒരു എറ്റിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം. അപ്പം എത്രത്തോളം ഇവരെ കറക്റ്റ് ചെയ്യാം, എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഡൗട്ട്സ് ആയിട്ട് ഒരു പാരന്റൽ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു റീസെന്റ്. അപ്പം അതൊരു ഈ പറഞ്ഞ മാതിരി ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആണ്. അപ്പൊ നമ്മളൊരു ഗ്രേവ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂവിന് മാത്രമല്ല ആൾക്കാർ വരുന്നത്. ഇപ്പം വെറുതെ പാരന്റൽ ഡൗട്ട്സ് ആണെങ്കിലും ആൾക്കാർ ചോദിച്ചു മുന്നോട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു ട്രാൻസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പണ്ടെന്ന് പറയുമ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം മാനസികാരോഗ്യത്തിന് ഒരുപാട് സ്റ്റിഗ്മ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ഭ്രാന്ത് അല്ലെങ്കിൽ സൈക്കോ എന്നൊക്കെ പറയുന്നത് കൂടാണ്ട്, ഓക്കെ എനിക്കിപ്പോ എന്നെ കുറിച്ചൊന്ന് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാളുടെ അടുത്ത് പോവാം, മനസ്സിലായോ, അല്ലെങ്കിൽ എനിക്കൊന്ന് ആരോടെങ്കിലും സംസാരിക്കണം, എന്നെ ജഡ്ജ് ചെയ്യാത്ത ഒരാളുടെ അടുത്ത് പോകണം എന്നുണ്ടെങ്കിലും പോവാലോ. അല്ലെങ്കിൽ എനിക്കിപ്പോ കൺഫ്യൂഷൻ ആണ് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് ഹൗ ടു പാരന്റ് ദിസ് ജനറേഷൻ ലൈക്ക് യു ആസ്ഡ്, അങ്ങനെയാണെങ്കിലും നമുക്ക് പോവാലോ. അപ്പൊ ആ ഒരു മാറ്റം ഇവിടെ ഭയങ്കരമായിട്ട് ഞാൻ കണ്ടുവരുന്നുണ്ട്. ഒരു നല്ല കാര്യമായിട്ടാണ്. ഒരു പ്രോഗ്രസീവ് സമൂഹം എന്നുള്ള നിലയ്ക്ക് ആ മാറ്റം അനിവാര്യമാണല്ലോ. അതെ, ശരിക്കും ഈ 90s കിഡ്സിന്റെ പേരന്റിങ് അടിപൊളിയാണോ? മിക്സ്ഡ് ആണ്. നമ്മളിപ്പോൾ ഒരു ഫാമിലിയുടെ സാഹചര്യമായിട്ട് വേറൊരു ഫാമിലിയുടെ നമുക്ക് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പല പല ലെവലിലായിരിക്കും നിൽക്കുന്നത്, ഇക്കണോമിക്കലി, സോഷ്യലി, കൾച്ചറലി, ഫിനാൻഷ്യലി എല്ലാം. അതിനനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. പിന്നെ പണ്ടത്തെ ആ 90s നമുക്ക് ആക്ച്വലി എനിക്ക് അവരോട് കുറച്ച് കമ്പാഷനാണ്. കാരണം അവരെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇന്റർ ജനറേഷണൽ ട്രോമ എന്ന് പറയും. ജനറേഷൻ ടു ജനറേഷൻ ആയിട്ട് പാസ് ചെയ്ത് എൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രോമ, അത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരൊരു ഇച്ചിരി സാൻഡ്വിച്ച്ഡ് ജനറേഷനാണ്. അതായത് അവർക്കറിയാം അവരുടെ പാരന്റിങ്ങോ അല്ലെങ്കിൽ അവരുടെ പ്രീവിയസ് ജനറേഷനിൽ നിന്ന് കുറെ അൺഹീൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, അനുഭവിക്കുമ്പോൾ തിരിച്ചറിവും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ. അപ്പം അവര് വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെപ്പോലുള്ളവർ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് കാണുന്നുണ്ട്. അപ്പൊ ദെൻ അവർക്ക് കുറച്ച് മനസ്സിലാവും, അപ്പൊ അവരവിടെ നിർത്തിക്കുവാണ്. ഓക്കെ, ഞാൻ ഇത് അനുഭവിച്ചു, ഇനിയിപ്പം ഇതിന്റെ കുട്ടിയിലോട്ട് പോവരുത് എന്നുള്ള അവിടെ ഒരു ഷീൽഡ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ കുറച്ച് അനുഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു.
ജെൻ ആൽഫ കിഡ്സ് എന്തുകൊണ്ടാണ് ലക്കി ആകുന്നതെന്ന് അറിയുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരു കുട്ടി സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു ആൻഡ് ബാക്കിൽ കാണിച്ചപ്പോഴത്തേക്ക് ഫുൾ ഓഫ് പേരൻസ്, ഈ പറയുന്ന ഏർലി 2000 ആൻഡ് ഈ ലേറ്റ് 90s കിഡ്സ് ആണ് ഇവരുടെ പേരൻസ്. അപ്പം ഒരുപാട് അങ്ങനെ പേരൻസ് നിൽക്കുന്നതായിട്ട്. അപ്പൊ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴും ഇതുപോലെയാണ്, നമുക്ക് കിട്ടാത്തതാണ് നമ്മൾ ഇവർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്റെ മൈൻഡിൽ സ്ട്രൈക്ക് ആയ ഒരു കമന്റ് ഉണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ വീട്ടിലറിയാണ്ട് പൈസ ശേഖരിച്ച് വെച്ച് ഒരു ബാറ്റ് വാങ്ങി ആൻഡ് ആ ബാറ്റ് എന്റെ മുന്നിലിട്ട് തന്നെ വെട്ടി നുറുക്കിയ അതിപ്പോഴും എന്റെ മൈൻഡിൽ നിന്ന് പോയിട്ടില്ല. ആ കമന്റ് ഇട്ട ആൾക്ക് മേ ബി ഒരു 40 years ഇപ്പൊ ആയിട്ടുണ്ടാവും. ബട്ട് ആ ആള് ഇപ്പോഴും ആ ട്രോമയിലാണ്. ആ ഒരു കമന്റിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കമന്റ്സ് ആണെങ്കിലും കാര്യങ്ങളായാലും നമ്മൾ കാണുന്നുണ്ട് ഒരു ഓൾഡർ പേരന്റിങ് സ്റ്റൈലിൽ നിന്ന്. അപ്പൊ അതിന് ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? അതെ, അത് എന്ന് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞ ട്രോമ ജീവിക്കും, അതിങ്ങനെ ലൈഫ് ലോങ് ആയിട്ട് നിൽക്കും. നമ്മൾ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുവാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഇച്ചിരി ഒന്ന് ഹീൽഡ് ആവും, നമ്മൾ ഗ്രോ ആവുകയാണ് അതിൽ നിന്ന്. ഇപ്പം ഈ ഒരു കേസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതിൽ എന്താ പറയുക, ഒരാളുടെ ഡ്രീം ആണല്ലോ അവിടെ ഷാറ്ററായി പോയത്. ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പം 40 വയസ്സായിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ലൈഫ് ഏകദേശം എന്താ പറയുക, ഒരു മേജർ ചങ്ക് ഒരു യൂത്ത് പോയി എന്ന് പറയാം. ഇനിയിപ്പോൾ റെസ്റ്റ് ഓഫ് ദ ഹാഫ് എന്നാലും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. ഇപ്പോഴും പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ അവിടെ ഷാറ്റർ ആവണ്ട. നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു ട്രൈബും കാര്യങ്ങളൊക്കെ കിട്ടാനൊരു ചാൻസ് ഉണ്ട് എപ്പോഴും. ഇപ്പോഴും ആൾക്കാർ ഇപ്പം സ്പോർട്സ് ആണെങ്കിൽ ഇപ്പോൾ ഒത്തിരി ടർഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ഞാനിപ്പോൾ കാണുന്ന ഇപ്പം നെക്സ്റ്റ് ഒരു സ്പേസ് ഉള്ളത് അവിടെ ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റിയാണ്. എൽഡർലി ആൾക്കാരും ഉണ്ട്, മിഡിൽ ഏജ്ഡും ഉണ്ട്, എന്നാൽ കുട്ടികളും വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു എല്ലാവരും കൂടി ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ഇതും കാണുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇപ്പം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഈ ചൈൽഡ് ട്രോമ നമ്മളുടെ ലൈഫ് ലോങ് നിൽക്കും എന്ന് പറഞ്ഞതും അതിപ്പോൾ ഇതൊക്കെ നമ്മളുടെ റിലേഷൻഷിപ്പിനെ ആണെങ്കിലും ഒരു പേഴ്സൺ എങ്ങനെയാകും ലൈഫ് ലോങ് അതിനെ ഇതെല്ലാമാണല്ലേ നിയന്ത്രിക്കുന്നത്. ഒരുപാട് ബാധിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പാരന്റ്സ് ആയിട്ട് നമുക്കിപ്പോൾ സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഇല്ലെങ്കിൽ ഇപ്പം കുട്ടി ഇപ്പം എപ്പോഴും ആങ്ഷ്യസ് ആവുകയാണ്. അല്ലെങ്കിൽ ഇപ്പം എന്തായിരിക്കും അമ്മയുടെ അടുത്ത റിയാക്ഷൻ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത റിയാക്ഷൻ, അല്ലെങ്കിൽ അവരെന്തായിരിക്കും അടുത്ത് ചെയ്യാൻ പോവുക. അപ്പം ഈ എപ്പോഴും ആങ്സൈറ്റിയാണ്. കുഞ്ഞുനാളിലേ തൊട്ട് ഭയങ്കര ഉത്കണ്ഠയോടുകൂടി വളർന്നു വരുന്ന കുട്ടികൾ അത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ അങ്ങനെ തന്നെ വളർന്നാണല്ലോ പോകുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ഒരു എങ്ങനെ വേണമെങ്കിൽ പല അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് നമ്മൾ പറയുന്നുണ്ട് സെക്യൂർ അല്ലാത്ത. അപ്പം അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ തന്നെ അൺഹീൽഡ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. പിന്നെ നമുക്ക് ട്രസ്റ്റിൻ്റെ ഇഷ്യൂസ് വരാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പിന്നീടുള്ള ജീവിതത്തിലോട്ട് വരാം. അതുകൊണ്ടും കൂടിയാണ് നമ്മളെപ്പോഴും കുട്ടികളുടെ ഒരു ഇതൊന്ന് നമ്മൾ അത്രയും കെയർ കൊടുക്കണം എന്ന് പറയുന്നത്. അത് ഫൗണ്ടേഷൻ ഇടുന്നതുകൊണ്ടാണ്, അവിടെ നിന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഈ നിരന്തരമായിട്ട് അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ അത് കണ്ടുവരുന്ന കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ അവരുടെ റിലേഷൻഷിപ്പിലും ഇത് വെച്ചിട്ട് ഇഷ്യൂസ് ഉണ്ടാകുമോ? ഉണ്ടാവാം, ഉറപ്പായിട്ടും ഉണ്ടാവാം. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് ചിലപ്പോൾ ബിലീഫ് വരണം എന്നില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്തിൽ ഇപ്പം ഒത്തിരി പാരലൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പം മാരേജ് ഇസ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ, പക്ഷെ അതല്ലാണ്ട് ഇപ്പം ആൾക്കാർ ഇപ്പോൾ ലിവിങ് റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക സിറ്റുവേഷൻഷിപ്പിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പം നമുക്കിപ്പം എന്താ പറയുക ലവ് വിത്ത് സ്ട്രിങ്സ്, വിത്ത് ബെനിഫിറ്റ്സ്, ഇങ്ങനെ പല വിത്തൗട്ട് ബെനിഫിറ്റ്സ്, ഇങ്ങനെ കുറേ പാരലൽസ് പോകുന്നുണ്ടല്ലോ. അപ്പം നമുക്കിപ്പം ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളാണെങ്കിലും വന്ന് പറയുന്നത് ഇപ്പം റീസെൻ്റ്ലി ഒരു 18 to 19 year old ആണ്. എനിക്ക് നല്ല സർപ്രൈസ് ആയിരുന്നു. പക്ഷെ അവരൊരു ലെവൽ ഓഫ് അവയർനെസ്സും നമ്മളൊന്ന് നോക്കണം. കാരണം ഞാൻ ചോദിച്ചു ഇപ്പം എന്ത് ടൈപ്പ് ഓഫ് പാർട്ട്ണറാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, മാം ദാറ്റ് പേഴ്സൺ ഷുഡ് ബി ഇമോഷണലി അവൈലബിൾ ആയിരിക്കണം, ഈക്വൽ എഫേർട്ട് ഇടണം, റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യണം, എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് കൊടുത്ത് ഒരു ഗ്രോത്തിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള. ഇപ്പം ഒരു പ്രീവിയസ് ജനറേഷൻ എടുത്തു നോക്കിയേ 19 years ഇതിന്റെ പകുതി നോളജ് കാണില്ല. എല്ലാവരും പറയുന്നില്ല, എവിടെയും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും അപ്പൊ അങ്ങനെ ഒരു അവയർനെസ്സും ഉണ്ട്. 18 to 19 year olds ഇപ്പൊ അങ്ങനെ ഒരു വാട്ട് ദേ വാണ്ട് ഫ്രം എ റിലേഷൻഷിപ്പ് എന്നുള്ളത് ചിലപ്പോൾ ക്ലിയർ ആയിട്ടും പറയുന്നുണ്ട്. എന്നാൽ എല്ലാവരും അല്ല, ഇതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവരും ഉണ്ട്. അപ്പം ഓൾറെഡി കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്ന ആൾക്കാർ, ഇപ്പൊ നെഗറ്റീവ്
ലൈഫ് ഈവൻസ് ഒത്തിരി അങ്ങനെ ലൈഫിൽ കുഞ്ഞുനാളെ തൊട്ട് ഉണ്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലോ മുന്നോട്ട് പോവാൻ. അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും. ഈ ഏർലി സ്റ്റേജസിലുള്ള ട്രോമ, കുട്ടികളുടെ ട്രോമ ഇൻ ഏർലി സ്റ്റേജസ് തന്നെ പേരൻസിന് എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതിൽ പാരൻസിന് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരൻസിന് അതിൻ്റെതായ ഒരു ഇൻസൈറ്റ് വേണം. അവർക്ക് ഇന്നതാണ്, അവർക്കൊരു അവയർനെസ് വേണം, തിരിച്ചറിവ് വേണം. അതാണ് ബേസിക്കായിട്ട്. അതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒത്തിരി ആൾക്കാർ പാരൻസ് അങ്ങനെ വന്ന് പറയാറുണ്ടല്ലോ, ഒരു ഗിൽട്ട് അവർക്ക് വരാം. ചിലപ്പോൾ പെട്ടെന്നൊരു മൊമെന്ററി ഫ്ലാഷിൽ അവർ ചിലപ്പോൾ ചീത്ത പറഞ്ഞു കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തല്ലുകൊടുത്ത് കാണും, അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് തന്നെ അവർക്ക് അയ്യോ തല്ലണ്ടായിരുന്നല്ലോ, അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അത് ഡീൽ ചെയ്യായിരുന്നോ എന്ന് എത്രയോ ആൾക്കാർ പ്രതിദിനം പറയാറുണ്ട്. അയ്യോ ഞാൻ ലാഷ് ഔട്ട് ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടു പോയി, അത് വേണ്ടായിരുന്നു, ഒന്ന് ഐ കുഡ് ഹാവ് ഡെൽറ്റ് വിത്ത് ദിസ് ബെറ്റർ. പക്ഷെ അന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അത് അങ്ങനെ മനസ്സിൽ തന്നെ വെച്ച് നടക്കുന്നവരുണ്ട്. ചില ആൾക്കാർ അത് കഴിഞ്ഞിട്ട് പോയിട്ട് കുട്ടിയോട് പറയും, റീസൺ ചെയ്തു കൊടുക്കും, ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് നല്ലതാണ്. കാരണം കുട്ടിക്കും മനസ്സിലാവും ഓക്കെ അമ്മയ്ക്കും ഈ എമോഷൻസ് ഒക്കെ ഉണ്ട്, അമ്മ ക്യാൻ ഓൾസോ ഗെറ്റ് ടയേർഡ്, അല്ലെങ്കിൽ അമ്മയ്ക്കും ആ ഒരു ഫെറ്റീഗും ഇതെല്ലാം വരാം, ഇത് നോർമൽ ആണെന്നുള്ളത് കുട്ടിക്കും മനസ്സിലാവും. അതും നല്ലതാണ് ആക്ച്വലി. അതെ, ശരിക്കും എല്ലാ ട്രോമാസും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുമോ? നമ്മൾ എങ്ങനെയാണെന്നറിയോ, ഈ ഹീലിംഗ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും എഗെയിൻ അത് റോസി അല്ല. നമ്മൾ എല്ലാവരോടും പറയുന്ന, നമ്മൾ പണ്ട് തൊട്ട് നമ്മൾ ഇന്റേണലൈസ് ചെയ്ത് വെച്ച കാര്യങ്ങളും നമ്മൾ ഒത്തിരി എവിടെയും നമുക്കൊരു ഔട്ട്ലെറ്റ് കിട്ടാതെയും എല്ലാം അകത്ത് നമ്മൾ സൂക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത് ഹീലിംഗിൽ. അത് ഒരിക്കലും എളുപ്പവുമല്ല, അത് എന്താ പറയുക ഈസിയും അതുപോലെ ഭംഗിയുള്ള കാര്യമല്ല. അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമുക്കൊരു നല്ലൊരു തെറാപ്പിസ്റ്റ് ഉണ്ട്, നമുക്കൊരു റാപ്പ് ഉണ്ട് ആ ഓപ്പോസിറ്റുള്ള ആളായിട്ട് നമുക്ക് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ നിന്ന് വളർന്നു വരാൻ പറ്റും, ഗ്രോ ചെയ്ത് വരാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ട്രോമ റെസ്പോൺസസ് പറഞ്ഞ സാധനങ്ങൾ ഇപ്പം വരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ അബ്യൂസ് എന്ന് പറഞ്ഞ ഒരു സാധനം കുഞ്ഞുനാളില് ഉണ്ടാവുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ചിലപ്പം എന്തെങ്കിലും അതേ സിമിലർ സിറ്റുവേഷൻ, ഇവന്റ്, പേഴ്സൺ, ഈവൻ സ്മെൽ, ടോൺ, എന്ത് വേണമെങ്കിലും അവർക്ക് റെസ്പോൺസ് ആയിട്ട് വരാം. അപ്പോൾ ചിലപ്പം ഹീൽ ആയിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അവർക്ക് തിരിച്ചവർ പോയെന്ന് വരാം, ആ പാറ്റേൺസ് വരാം, ട്രിഗർ വരാം. അപ്പം നമുക്കിപ്പോൾ അതാ ഞാൻ പറയാം, നമ്മുടെ കൂടെ നമ്മൾ ആരുടെ കൂടെയാണോ പോകുന്നത്, ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഒരാളുടെ അടുത്തൊരു ഒന്ന് സംസാരിച്ചാലോ, അത് ഒരു തെറാപ്പിസ്റ്റ് തന്നെ ആവണമെന്നില്ല, അത്യാവശ്യം തിരിച്ചറിവും ഒരു ഇച്ചിരി നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായാലും മതി. ബേസിക് സാധനം അതാണല്ലോ, ഒരാൾക്ക് ഒരു സ്പേസ് കിട്ടുക എന്നുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബെറ്റർ ആവും. പക്ഷെ നമ്മൾ ഉടനെ തന്നെ പോയിട്ട് ഒരു മാജിക് പോലെ ഇത് ശരിയാവുമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഗ്രോ ചെയ്ത് മുന്നോട്ട് വരുവാണ്. അപ്പൊ ജസ്റ്റ് ലൈക്ക് നമുക്കിപ്പോൾ ഒരു ഫിസിക്കലി നമുക്കൊരു അസുഖം വന്നാലും നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കുന്നു, ഡോക്ടറെ കാണുന്നു, അത് ക്യൂർ ആവുമല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വരാലോ, അത് ചാൻസ് ഉണ്ട്, അത് തിരിച്ചു വരാം. അല്ലെങ്കിൽ എത്രയോ രോഗങ്ങൾ അങ്ങനെ വരുന്നുണ്ടല്ലോ. നമ്മൾ പിന്നെ ചികിത്സ എടുക്കുവാണല്ലോ, നമ്മൾ തോറ്റു പിന്മാറുന്നില്ല. ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ മുന്നോട്ട് പോവുക. അതാ ഞാൻ പറയാം, ചാലഞ്ചസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ അങ്ങനെ വിട്ടത് ഇതാക്കി കളയേണ്ട കാര്യമില്ല. അതിന് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഹീലിംഗ്. ഇപ്പൊ കുഞ്ഞിനെ പെട്ടെന്ന് ഇപ്പൊ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒരു പെട്ടെന്ന് തന്നെ ഈ കുട്ടി എല്ലാത്തൊന്നും ബാക്കിലോട്ട് പോവുക, സ്റ്റഡീസ് എന്നാണെങ്കിലും അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനാണെങ്കിലും ആർട്സ്, സ്പോർട്സ്, എല്ലാത്തൊന്നും കുട്ടി പെട്ടെന്ന് ബാക്കിലോട്ട് പോവുക. ഇങ്ങനെ ഒരു കേസിൽ ഉറപ്പായിട്ടും പേരൻസ് ഇവരൊരു കൗൺസിലിങ്ങിന് കൊണ്ടുവരേണ്ടതല്ലേ? അത് അവർക്ക് തന്നെ പറഞ്ഞു കൊടുത്തിപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇവര് തമ്മിലുള്ളൊരു പാരൻസ് തമ്മിലുള്ളൊരു കണക്ഷൻ അനുസരിച്ച്, കുട്ടി തമ്മിലുള്ള കണക്ഷൻ അനുസരിച്ച് കുറേയൊക്കെ ഇരിക്കും. കുറേയൊക്കെ കേസിൽ ഒരാൾ കൂടെ ഉണ്ടായാൽ മതി, ഒരു സേഫ് അഡൽട്ട് ഉണ്ടെങ്കിൽ കുട്ടിക്ക് അത് മതി, ചിലപ്പം മുന്നോട്ട് പോകും. ഇപ്പൊ ചിലപ്പോൾ ഇനിയിപ്പോ പാരന്റ്സിന് ഡൗട്ട് വരാലോ. ഇപ്പം ഞാനൊരു പാരന്റ് ആണ്, ഇപ്പൊ എനിക്ക് അറിയാത്ത കാര്യങ്ങളും ഉണ്ടാവാലോ. അപ്പൊ നമ്മൾ വേറൊരാളുടെ അടുത്ത് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ശരിക്കും അതൊരു മാറ്റർ ഓഫ് സ്ട്രെങ്ത് ആണ്. അപ്പൊ ഇത് പണ്ടത്തെ കാലത്താണ് നമ്മൾ സഹായം ചോദിക്കുന്നത് ഒരു വിഷമകരമായിട്ടും ഒരു വീക്ക്നെസ് ആയിട്ടും ഒക്കെ നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ആക്ച്വലി അത് അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഒരാളോട് പോയി ചോദിച്ച് മനസ്സിലാക്കി ഒരു തേർഡ് പേഴ്സൺ ലൈക്ക് യു സെഡ് ഒരു പ്രൊഫഷണൽ അടുത്ത് ചോദിക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ സപ്പോർട്ട് എടുക്കാം. കുട്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അൾട്ടിമേറ്റ്ലി കുട്ടിയുടെ മെന്റൽ ഹെൽത്തും കുട്ടി മുന്നോട്ട് വരണം എന്നുള്ളതാണല്ലോ. അതിന് നമുക്ക് എന്ത് ചെയ്യണമോ അത് ചെയ്യണം എന്നുള്ളതാണ്. സ്റ്റിൽ ഈ പറയുന്ന പോലെ കൗൺസിലിംഗ്, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി ഒരു കൗൺസിലിംഗ് എടുത്തു കഴിഞ്ഞാൽ അത് ഭ്രാന്താണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളിലും നമ്മളുടെ ഇടയിലുണ്ട് അല്ലേ? ഇത്തരം ആളുകളോട് എന്താ പറയാനുള്ളത്? ലൈക്ക് ഐ ഓപ്പണിംഗ് എന്താ പറയാനുള്ളത്?
അത് അവരുടെ അടുത്തും നമ്മളൊന്ന് കമ്പാഷനേറ്റഡ് ആയിട്ട് തന്നെ സംസാരിക്കണം. കാരണം അവർ വളർന്നു വന്നിരിക്കുന്നതും ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒത്തിരി ഈ പറയുന്ന സ്റ്റിഗ്മ ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പം അതിലോട്ട് നമ്മൾ പെനിട്രേറ്റ് ചെയ്യാനും അവരെ ബോധവൽക്കരണം അവർക്ക് കൊടുക്കാനും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ ബിലീഫാണത്, അവരുടെ കോർ ബിലീഫായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ബിലീഫിനെ നമ്മൾ മാറ്റിയെടുക്കൽ ഒരു സുപ്രഭാതം കൊണ്ട് നടക്കില്ല. അപ്പൊ നമ്മൾ പക്ഷെ പതുക്കെ 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 നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയും, ആ സാധനമാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് നല്ല രീതിക്ക്. നമ്മളിപ്പം അവബോധം തന്നെയാണ്, പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് സാഹചര്യം. ഇപ്പോൾ മദേഴ്സിന്റെ കാര്യം ഇപ്പോൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ റീസെന്റ് ഒരു അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അവര് ആദ്യം വന്നപ്പോൾ അവർക്ക് ഒരു പ്രീ മെൻസ്ട്രൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പൊ എപ്പോഴും PMS വരുമ്പോൾ ഇവർ ടയർഡാണ്, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര വീക്ക്നെസ്, ഫറ്റീഗ് ഒക്കെ. ഡോക്ടറെ കാണുന്നുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം അപ്പൊ ഫാമിലിനും കൂടി അവർ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്തു. അതായത് ബോധവൽക്കരണം കൊടുക്കുവാണ് അവിടെ. ഇങ്ങനെ ഐ ആം എബൌട്ട് ടു അപ്രോച്ച് മൈ പീരീഡ്, അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം, ഞാൻ ചിലപ്പോൾ ടയർഡ് ആവും, എനിക്ക് ഇമോഷണൽ ഷിഫ്റ്റ് വരും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എന്നുള്ളൊരു രീതി. അതിലും ഒരു തെറ്റൊന്നുമില്ല. ഫാമിലി നമുക്ക് ഒരു ആൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഡൗൺ ആവുമ്പോൾ അവരെ കൂടെ നിന്ന് അവരെ കൈപിടിച്ച് നിൽക്കാനുള്ളതാണല്ലോ ഫാമിലി. അപ്പൊ അങ്ങനെ അതാണ് സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. അപ്പൊ അത് കൊടുത്താൽ കുറെ നമുക്കിപ്പോ അതാ പറഞ്ഞ ഓപ്പോസിറ്റുള്ള ആളുടെ ഒരു ഗ്രഹിക്കുന്ന ഒരു ഇതനുസരിച്ചിരിക്കും കേട്ടോ. ഇൻസൈറ്റ് വേണമല്ലോ, അതാണ്. അതെ. ഈ കുട്ടികളും പേരൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ ടീച്ചേഴ്സും, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ, ഒരു 5th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കെങ്കിലും ടീച്ചേഴ്സായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടിനെയും എങ്ങനെയാണ് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യേണ്ടത്? ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിലും, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും വിത്ത് ചിൽഡ്രൻ എങ്ങനെയാണ് അവരെ ഡീൽ ചെയ്യേണ്ടത്? ആൻഡ് പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഒരു 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ആ ഒരു ടീനേജിലോട്ട് പോവുക, അപ്പോഴും എങ്ങനെയാണ് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൂടുതൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്? ആക്ച്വലി പറഞ്ഞാൽ കുഞ്ഞുനാളിലെ തൊട്ട് തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് നല്ലത്. അതായത് കുട്ടിയുടെ ഏജ് അനുസരിച്ച് നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുട്ടികളോട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കുഞ്ഞു കുട്ടിയാകുമ്പോൾ നമുക്കറിയാലോ എന്തൊക്കെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ആ ഒരു ഏജ് അനുസരിച്ച് നമുക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അവരുടെ ഡൗട്ട്സ് ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു റീസൺ കൊടുത്തു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അമ്മ നോ പറയുന്നത്, ഇതാണ് റീസൺ. അല്ലെങ്കിൽ കുട്ടികൾക്ക് ചോയ്സ്, അവരെ ഇപ്പം നമ്മളെല്ലാം ചെയ്തു കൊടുക്കാതെ നീ ഇത് കഴിക്കുക, നീ അതിട്, നീ ഇതിട്, അങ്ങനെ പറയുന്നതിനെക്കാട്ടിലും ഭേദം ഇത് വേണോ അത് വേണോ എന്നുള്ളത് ഒരു ചോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു അവരുടെ ഡിസിഷൻസിന് റെസ്പെക്ട് കൊടുക്കുകയാണ്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് പവറും പിന്നെ അത് ചെറിയ ചെറിയ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുഞ്ഞുനാളിലേക്ക് കൊടുക്കാം. അപ്പൊ വലുതാവുമ്പോഴത്തേക്കും അത് അങ്ങനെ തന്നെ അത് ക്യാരി ഓൺ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ അധികം അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ്, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അത് അതിന്റെ കാര്യമില്ല ആക്ച്വലി. അതൊരു റൈറ്റ് വേ അല്ല. അപ്പൊ അതല്ലാതെ നമ്മൾ ഈ കണക്ഷൻ, ലവ് ആൻഡ് ബോണ്ടിങ്ങിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പോയാൽ മതി. ആൻഡ് ബി ഓപ്പൺ. കുട്ടികളോടെല്ലാം ആ കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടിന് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. അങ്ങനെ ഒരു ഷെയിമോ ഒന്നും എന്താ പറയുക അവരിൽ വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ടീനേജ് ആകുമ്പോഴും അവർ അതേ ഇതനുസരിച്ച് പോകും. പിന്നെ എപ്പോഴും എല്ലാ ഗ്രോത്ത് ഫേസിലും കുറച്ച് ചേഞ്ചസ് വരുമല്ലോ, ഇമോഷണൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും. അപ്പോൾ അതനുസരിച്ച് ആ ട്രാൻസിഷൻ കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പം നമ്മൾ കുഞ്ഞുനാളിലെ അങ്ങനെ ഒരു പാരന്റിങ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയിട്ടൊരു പ്യൂബർട്ടിയിലുള്ള ഒരു കുട്ടിയോട് പോയിട്ട് നാളെ തൊട്ട് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാക്കാൻ ഒരു രീതിക്ക് ആ കുട്ടി ശീലിച്ചു വന്നല്ലോ. അപ്പൊ അത് പിന്നെ അവർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട് ആൾക്കാര്. നമ്മൾ ഈ ചെടിയെ കൊണ്ട് വളം വെച്ചിട്ട് എക്സാക്ട്ലി വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ആദ്യമേ നമ്മൾ ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ NGOയുടെ സ്റ്റാൻഡ് എങ്ങനെയാണ്? അതായത് ചൈൽഡ് കെയർ, ട്രോമ, ഇതൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? NGOയിൽ നമ്മൾ ആക്ച്വലി 4-5 വേർട്ടിക്കൽസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് 3 ലോയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ അതിനുള്ള നമ്മൾ CWC ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ലോ എൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് പോവും. നമുക്ക് പോക്സോ കോർട്ടാണ് നമ്മുടെ ഇതിൽ. അപ്പോൾ അതിൽ മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മളതേ പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്ത് പോവുക. പിന്നെ മെൻ്റൽ ഹെൽത്തും നമ്മൾ നോക്കുന്നത് അതിൽ നമ്മൾ കുട്ടികളെ ഡിസ്ക്ലോഷേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷനിൽ സോഷ്യൽ വർക്ക് പഠിച്ചിട്ട് വന്നിട്ടുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് എഡ്യൂക്കേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ക്യാമ്പയിൻസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ, അതായത് സ്കൂളിലുള്ള ക്യാമ്പയിൻസ് ഒക്കെ
ടീച്ചേഴ്സ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, അങ്ങനെ ഒരു ഡൈവേഴ്സ് ടീമാണത്. അതെ, അങ്ങനെ പോകുന്നു. ഈ പ്രോഗ്രാം കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയൊരു സക്സസ് സ്റ്റോറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? നമുക്ക് റിപ്പോർട്ടിങ്ങിൽ പേടിയില്ലാതെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സക്സസ്. അങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കുട്ടികൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് മാതാപിതാക്കളോട് പോയി പറഞ്ഞിട്ട് മാതാപിതാക്കൾ അത് പേടിയില്ലാതെ തന്നെ ഓക്കെ നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ച് പേരുണ്ട് എന്നുള്ള ഇതിൽ തന്നെ പോയിട്ട് റിപ്പോർട്ട്, അത് പ്രോപ്പർ ചാനലിലൂടെ റിപ്പോർട്ട് ചെയ്ത് അവർക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടുള്ളൊരു സാഹചര്യങ്ങളെല്ലാം നമുക്ക് സന്തോഷകരമാണ്. നമുക്കൊരു ഓവർനൈറ്റ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ, ഗ്രാസ് റൂട്ട് ലെവലിലാണല്ലോ നമ്മൾ പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ഫ്രം ഹോംസ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടോ ഈ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രനെ ഡീൽ ചെയ്യുന്ന ടൈമിൽ? ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. നമ്മളിപ്പം എന്നാൽ പണ്ടത്തെ കാലം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് വെച്ച് നോക്കുമ്പോൾ ഉള്ള ചാലഞ്ചസ് ഇപ്പം ഇല്ല. കാരണം സൊസൈറ്റി ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്, മീൻസ് പ്രോഗ്രസ് ചെയ്ത് വരുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തിനാ പറഞ്ഞു കൊടുത്തേ എന്നുള്ളൊരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ എന്നാൽ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്ന സ്കൂൾസും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് പണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം എന്താ പറയുക, നമ്മളെ കുട്ടികളിപ്പം ക്യൂരിയസ് ആണ്. അവരെങ്ങനെ പോയാലും പല കാര്യങ്ങളും മനസ്സിലാക്കും, പല പ്ലാറ്റ്ഫോമിലേക്കും പോവും. ഈ പ്ലാറ്റ്ഫോംസ് ഇവർ പോകുന്ന എല്ലാ സ്ഥലങ്ങളും അത്ര സേഫ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ചില കേസിൽ നമുക്കിപ്പം ഫോൾസ് റിപ്പോർട്ടിങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരാം. അത് കൂടാണ്ട് നമുക്കിപ്പം ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം കുട്ടികളുടെ നമ്മൾ കേട്ടു, പിന്നെ അവരുടെ ഫാമിലി എല്ലാവരും കൂടെ നിന്ന് വിശ്വസിച്ച് അങ്ങനെ നിൽക്കണം എന്നില്ല. ചിലപ്പോൾ പിന്നെ സ്റ്റാൻഡ് മാറാം, ചിലപ്പോൾ അവർക്ക് ലീഗലി ഹാസൽസ് വരാം. പിന്നെ ഈ പെർപെട്രേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലോട്ട് ഫാമിലീസിനെ കൊണ്ടുപോവാം. അങ്ങനെ പിന്നെ ഫാമിലിക്കകത്ത് തന്നെ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഈ കുട്ടി വീണ്ടും ആ എൻവയറമെന്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും അത് കുട്ടീനെ ബുദ്ധിമുട്ടിലോട്ട് ആക്കുക എന്നുള്ള ഇങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അറിയില്ല, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. ആക്ച്വലി ഇപ്പം എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട്, ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരുപാട് സർവൈവേഴ്സ് വന്ന് മെസ്സേജ് ഇടുന്നുണ്ട്. ആക്ച്വലി നല്ലതാണ്, നല്ല മെസ്സേജസ് തന്നെയാണ്. പക്ഷെ ബേസിക്കലി അവരവരുടെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിടും. ഇന്നതാണ്, ഹൗ ക്യാൻ വി ജോയിൻ യു, നമുക്ക് എങ്ങനെയാണ് ഇതിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുക, ഞാൻ ഇതൊക്കെ അതിജീവിച്ച് വന്ന ഒരാളാണ്. അപ്പം നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള, അതായത് പ്രോപ്പറായിട്ടുള്ള അവർക്കൊരു അവബോധം വേണം, അവർ ഹീൽഡ് ആയിരിക്കണം, നമ്മൾ വേറൊരാളിലേക്ക് എത്തിച്ചേർക്കുവാണ്, കുട്ടികളാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ കുറേ ചാലഞ്ചസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ റീച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ പ്രോസും കോൺസും ഉണ്ട്. പേരൻസ് ഇന്ന് മുതൽ ശരിക്കും നിർത്തണം എന്ന് ഡോക്ടർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? സ്റ്റോപ്പ് ഡൂയിങ് ദിസ് ടു യുവർ ചിൽഡ്രൻ. അത് കുട്ടികളെ ഇൻവാലിഡേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് എന്തായിക്കോട്ടെ അവര് കേൾക്കുക എന്നുള്ളൊരു സംഭവം. മിനിമം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതല്ലേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അടുക്കളയിലായിരിക്കാം, ഫോണിലായിരിക്കാം, വേറെ എന്തിലായിരിക്കാം. നമുക്ക് ചിലപ്പോൾ അത് കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ കുട്ടികൾക്ക് അത് വലിയ കാര്യം. എക്സാക്ട്ലി. അതുകൊണ്ട് അത് ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഒരു അഭ്യർത്ഥനയുള്ളൂ. ശരിക്കും ഇങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു കുഞ്ഞു കാര്യം, ചിലപ്പോൾ ഒരു ചെറിയൊരു ഡ്രോയിങ്, നമുക്കത് വലിയ കാര്യമായിരിക്കില്ല, അതിങ്ങനെ കൊണ്ട് കാണിച്ച് അവരെ ആ ഒരു ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരൊരു മേ ബി അവരൊരു ഡ്രോയിങ് പിന്നെ ചെയ്യാതെ ഇരിക്കുക അല്ലേ? യെസ്, അതെ. ഇപ്പൊ നമ്മൾ പറയാറില്ല, ഇപ്പൊ കുട്ടികൾ സബ്ജക്റ്റ് തന്നെ വെറുത്തു പോയ കുട്ടികളുണ്ടല്ലോ. ഇപ്പൊ ടീച്ചേഴ്സ് ചിലപ്പോൾ ദേഷ്യപ്പെടുമോ, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ കേൾക്കാതെ വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആ കുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ആ സബ്ജക്റ്റിനോട് തന്നെ അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ജനറേഷനിൽ അത് ഭയങ്കര കൂടുതലാണ്. അപ്പം ഇപ്പൊ പിന്നെ അത് ടീച്ചേഴ്സ് മാറുന്നുണ്ട്, സമൂഹം മാറുന്നതനുസരിച്ച് ടീച്ചേഴ്സും ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു ബേസിക് കൗൺസിലിംഗ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ടീച്ചേഴ്സിനും ഇപ്പൊ അവൈലബിൾ ആക്കുന്നുണ്ട്. സ്കൂൾസ് ഒക്കെ ഒത്തിരി സ്കൂൾസ് അത് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്കും ഇപ്പൊ ഞങ്ങൾ തന്നെ ഒരുപാട് സ്കൂളുകളിൽ പോയി ടീച്ചേഴ്സിന് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന നോളജ് നമ്മൾ പകർന്നു കൊടുക്കുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അങ്ങനെ കുറച്ച് സ്കൂൾസ് ആയിട്ട് നമ്മൾ ഭയങ്കര ക്ലോസ്ലി ആണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ സ്റ്റോപ്പ് ഡൂയിങ് ദിസ് എന്നുള്ളൊരു മാറ്റർ പറഞ്ഞു. ഡു ഇറ്റ് എന്ന് പേരൻസിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? അതായത് ക്വസ്റ്റ്യൻ ചെയ്യാതെ അവരെ കേൾക്കാനുള്ളൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളത്. ക്വസ്റ്റ്യനിങ് ഞാൻ ഉദ്ദേശിക്കുമ്പോഴേ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് കുറേ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടല്ലോ. ഒരു കാര്യം ഒരു കുട്ടി പറയാണ്, അപ്പൊ തന്നെ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, അത് നിന്റെ തലയിൽ വെറുതെ തോന്നുന്നതാണ്, അതൊക്കെ നീ മറന്നു കളാ, അങ്ങനെ ആ ഒരു ഇതിലോട്ട് പോവരുത്. അപ്പൊ ഇൻവാലിഡേഷൻ ആവും. പിന്നെ രണ്ടാമത്തേന് നമ്മൾ അതെന്തുകൊണ്ട് അത് സംഭവിച്ചു, നീ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, നീ എന്തുകൊണ്ട് ആ ഡ്രസ് ഇട്ടു, നീ എന്തുകൊണ്ട് അങ്ങനെ, അതും ആവശ്യമില്ല.
അതിനിപ്പോ ആദ്യം നമ്മൾ കേൾക്കുക എന്താണ് അവർക്ക് പറയാനുള്ളത് നമ്മൾ ആക്റ്റീവായിട്ടൊന്ന് കേൾക്കുക. അവരെ കൂടുതലും നമ്മൾ പ്രോബ് ചെയ്യാതെ ക്വസ്റ്റ്യൻ ചെയ്യാതെ ജഡ്ജ് ചെയ്യാതെ നമ്മൾ പ്രോബ് ചെയ്യുക, ലിസൺ ചെയ്യാന്നുള്ളൊരു സംഭവം. അതെ. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. അപ്പോ ദേവനന്ദ നമ്മുടെ മാളികപ്പുറം മൂവിയിലെ കുട്ടിയുണ്ട്. അപ്പോൾ ഈ മോൾക്ക് ഞാൻ പേഴ്സണലി നേരിട്ട് കണ്ടിട്ടുള്ള കുട്ടിയാണ്, സംസാരിച്ചിട്ടുള്ള കുട്ടിയാണ്. എനിക്ക് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു മോളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും കാണാതെ ഇതിന്റെ ജസ്റ്റ് റാൻഡം ഓൺലൈൻ ക്ലിപ്സ് മാത്രം കണ്ട് കുട്ടീനെ ജഡ്ജ് ചെയ്യുന്ന ആളുകളുണ്ട്. പ്രായത്തിൽ കവിഞ്ഞ മെച്യൂരിറ്റി, ചേച്ചി, അമ്മൂമ്മ, അങ്ങനെയൊക്കെ ഈ കുട്ടീനെ അഡ്രസ്സ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത്തരം ഒരു പ്രവണതയോട് എന്താ ഫീൽ ചെയ്യുന്നത്? അതായത് കുട്ടികൾ ഈ പറയുന്ന പോലെ ഈ പണ്ടത്തെ കാലമല്ലല്ലോ, കുട്ടികൾ ഒരുപാട് വായിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ മെച്യൂരിറ്റി കാണിച്ചു കഴിഞ്ഞാൽ അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കൈൻഡ് ഓഫ് ആളുകളുണ്ട്. ഇവരോട് എന്താ പറയാനുള്ളത്? അത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ബിലീഫ്സ് എന്താണോ അത് നമ്മളിങ്ങനെ സ്പിറ്റ് ചെയ്ത് കളയേണ്ട ഒരു കാര്യമില്ല. സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിന്റെ ആവശ്യം എന്താണ്? അതൊരു കുഞ്ഞല്ലേ. അപ്പം അവരുടെ കുഞ്ഞിന്റെ ഒരു എന്താ പറയാ ജീവിത സാഹചര്യം അല്ലെങ്കിൽ അത് വളർന്നു വന്നിരിക്കുന്ന കാര്യം, അതിന്റെ പാത്ത്, അതിന്റെ സ്റ്റോറി, ജേർണി ഇതൊക്കെ അറിയാമോ? ഇല്ലല്ലോ. അറിയില്ലെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ്. നമ്മൾ അറിഞ്ഞാലും അതിനൊന്ന് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു സംഭവം. നമ്മളെല്ലാം ഒന്ന് കൈൻഡായിട്ട് ഡീൽ ചെയ്യുക. കുട്ടികളായിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ ഒരു കമന്റ് ഇടുന്നതിന് മുന്നേ ഒരു 2-3 പ്രാവശ്യം ഒന്ന് ആലോചിക്കുക. നമ്മൾ എന്താ ഇടുന്നത്? അതൊരാളെ ഹേർട്ട് ചെയ്യോ? അത് കുഞ്ഞല്ലേ, അപ്പൊ അതിന് ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ എന്തായാലും കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം കുട്ടികൾക്ക് നൂർജഹാൻ അത് പറഞ്ഞു, ഇപ്പൊ ഒരുപാട് ഇൻഫർമേഷൻ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ജനറേഷൻ വൈസ് കുട്ടികളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, കോഗ്നിറ്റീവ്ലി, ഇമോഷണലി എല്ലാം. ഇതൊന്നും മനസ്സിലാക്കാതെ പെട്ടെന്നാണ് ഈ കമന്റ് ഇടുന്നത്. എടുത്തു ചാടി ഒരു കമന്റ് ഇടുവാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം പാരന്റിഫൈഡ് ആയി പോയ കുട്ടികളുണ്ട്. അതായത് ഇപ്പൊ കുഞ്ഞുനാളിലെ തന്നെ കുട്ടി ഒരു പാരന്റിന്റെ ഷൂസിൽ സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ട് പാരന്റ് ചെയ്യുന്ന റോൾസ് ചെയ്യുവാണ്. അവിടെ പാരന്റ്സിന് ചെയ്യാൻ കഴിയാതെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ എത്രയോ കുട്ടികൾ ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുട്ടികളുണ്ട്. പിന്നെ പാരന്റ്സ് ഒരുപാട് കാര്യങ്ങൾ, കുട്ടിക്ക് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കുഞ്ഞു കുട്ടികളോട് പറയുന്ന പാരന്റ്സ് ഉണ്ട്. അവർക്ക് ലെറ്റിംഗ് ഔട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. ഒരിക്കലും പാരന്റ്സിനെ ജഡ്ജ് ചെയ്യുന്നില്ല. കാരണം പലർക്കും സാഹചര്യമില്ല. അപ്പം ആ സാഹചര്യത്തിൽ ചിലപ്പോൾ കുഞ്ഞായിരിക്കും ഉള്ളത്. അപ്പൊ കുഞ്ഞിനോടായിരിക്കും അമ്മ പറയുന്നത്. കുഞ്ഞിനെ എത്രത്തോളം എടുക്കാൻ പറ്റും? അപ്പൊ കുഞ്ഞ് പെട്ടെന്ന് അങ്ങ് വളർന്നു പോകും. നമ്മൾ അതിന് പാരന്റിഫൈഡ് എന്നൊരു വാക്ക് പറയും. അപ്പൊ അത് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കമന്റ്സിൽ കാണുന്നതാണ്, ഞാൻ ഈ പ്രായത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഈ പ്രായത്തിൽ എനിക്ക് ഇതുപോലും അറിയില്ലായിരുന്നു. അപ്പം അതായത് നമ്മളുടെ ചെറുപ്പം വെച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികളെ കമ്പയർ ചെയ്യുന്ന പോലത്തെ ഉള്ളൊരു പ്രവണത അത് ഒരുപാട് കൂടുതലായിട്ട് കാണുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെച്യൂരിറ്റി, ശരിക്കും ഇന്ന പ്രായത്തിൽ ഇന്ന മെച്യൂരിറ്റിയെ കാണിക്കാവുള്ളൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനൊന്നും ഇല്ല. അത് ആക്ച്വലി നമ്മളിപ്പം പഠിക്കുമ്പോൾ, ഇപ്പൊ ഞങ്ങള് ബേസിക്സ് തൊട്ട് നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ എക്സ്പേർട്സ് ആൻഡ് ഇതിനകത്ത് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരും ടെക്സ്റ്റുവൽ ആയിട്ട് എഴുതിയിട്ടിരിക്കുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടല്ലോ. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ സബ്ജക്ട് വൈസ് പഠിച്ചു വരുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മളിപ്പം കുറെ സ്റ്റേജസ്, ഇപ്പൊ ലൈഫ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് എല്ലാം നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് കുറച്ചൊന്ന് മാറിപ്പോകുമ്പോഴത്തേക്കും നമ്മൾ ജഡ്ജ് ചെയ്യും ആക്ച്വലി. അപ്പം ഇത് ഡിബേറ്റബിൾ ആണ് കേട്ടോ. ഈ സോ കോൾഡ് ടെക്സ്റ്റ് ആണെങ്കിലും ഓരോ തിയറീസ് ആണെങ്കിലും ഇപ്പോഴും അതിന് എന്താ പറയാ ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ആൾക്കാർ ഫോർ എവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രൂപ്പ് വന്ന് പറയും ഇന്നത് ലേൺഡ് ബിഹേവിയർ ആണെന്ന് പറയും, വേറൊരു ഗ്രൂപ്പ് വന്ന് പറയും അതല്ലാതെ അങ്ങനെയല്ല എന്ന് പറയും. അപ്പൊ ഇത് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പൊ ഈ പഠിച്ചു വരുന്ന കാര്യങ്ങളിലുള്ള ടെക്സ്റ്റുവൽ തിങ്സ് ആണ് ഇതെല്ലാം. നമ്മളിപ്പോൾ എന്താ പറയുക, സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് എന്ന് പഠിക്കുന്നുണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിക്കുന്നുണ്ട്. ഓരോ കുട്ടിക്ക് ഓരോ പ്രായത്തിൽ ഇത്ര ഡെവലപ്മെന്റ് വേണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള. ഇതിൽ നിന്ന് ഡീവിയന്റ് ആയിട്ട് പോകുന്ന സാഹചര്യങ്ങളാണ് ആൾക്കാർ കൂടുതലും എടുത്ത് റാഞ്ച് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ചില കേസസിൽ കാണാൻ പറ്റും ചില കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഒരു 12-13 വയസ്സിലൊക്കെ നല്ല ചൈൽഡിഷ് ആയിട്ട് കുറച്ചുകൂടെ കുട്ടിത്തം നിറഞ്ഞ കുട്ടികളായിരിക്കും. എന്നാൽ മറ്റു ചില കുട്ടികൾ മേ ബി ഒരു 11 ഇയേഴ്സ് 12 ഇയേഴ്സിൽ തന്നെ അവർ മേ ബി ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് കാണാം. അപ്പോൾ കുട്ടികളാണെങ്കിലും പല ടൈപ്പിലുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഈവൻ പേരൻസിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. നിന്റെ പ്രായമല്ലേ ആ കുട്ടിക്ക്, അവൾ നോക്ക് കാണിക്കുന്നത് അല്ലെങ്കിൽ അവൻ നോക്ക് കാണിക്കുന്നത്, ആ തരത്തിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ കാണാറുണ്ട്. ശരിക്കും ഈ പറയുന്ന പോലെ എങ്ങനെയാണ് ഈ ഒരേ ഏജിലുള്ള കുട്ടികൾ തന്നെ ഡിഫറെന്റ് രീതിയിൽ ഇതേപോലെ പെരുമാറുന്നത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കുട്ടിയും യൂണീക്കാണ്. പാരന്റ്സ് എല്ലാവരും ഒന്നാണോ? അല്ല.
അപ്പൊ പിന്നെ അത് അവരുടെ ഓഫ് സ്പ്രിങ് ആയിട്ട് വരുന്നവര് ബയോളജിക്കലി, ജനറ്റിക്കലി, പിന്നെന്താ പറയാ കൾച്ചറലി, ഈ പറഞ്ഞ പോലെ ഇമോഷണലി, അല്ലെങ്കിൽ എന്താ പറയാ അവര് എക്കണോമിക് സ്റ്റാറ്റസ് എല്ലാം ഡിഫറെന്റ് അല്ലേ, അപ്ബ്രിങ്ങിങ് ഡിഫറെന്റ് ആണ്, പാരന്റ്സിന്റെ പേഴ്സണാലിറ്റീസ് തന്നെ ഡിഫറെന്റ് ആണല്ലോ. അപ്പം അങ്ങനെ ഓരോ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾ വ്യത്യസ്തമായിട്ട് തന്നെയല്ലേ ഇരിക്കുക, അവർ ഒരുപോലെ ആവില്ല. അപ്പൊ നമ്മൾ ആ ബേസിക് സാധനം ഇൻഡെപ്ത് മനസ്സിലാക്കി ഈ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ ആവശ്യമേ ഇല്ല. ഓട്ടോമാറ്റിക്കലി മനുഷ്യന്മാർ അങ്ങനെയാണ്, പറഞ്ഞു പോകും. കമ്പയർ ചെയ്തുമ്പോൾ ഒത്തിരി അങ്ങനെ കമ്പാരിസൺ ചെയ്ത് കുട്ടികളെ നമ്മൾ പുൾ ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ എന്തിനാ അവരോട് പറയുന്ന, അവരുടെ ഉള്ളിൽ ആ ഒരു ഓ ഞാൻ അങ്ങനെ അല്ലല്ലോ, ഇവരിങ്ങനെയാണല്ലോ, ഞാൻ അത്ര വേർത്തി അല്ലേ, ഞാൻ ഫെയിലിയർ ആണോ, എന്നെ കൊണ്ട് പറ്റില്ലേ, ഈ സാധനം എന്തിനാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? ലൈഫ് ലോങ് ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം. അതിന് ആവശ്യമില്ല അത്. അപ്പോൾ എന്തായാലും ഡോക്ടർ ഒരുപാട് സന്തോഷം. നമ്മളൊരു ചൈൽഡ് ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് മോസ്റ്റ്ലി ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇനിയും ഒരുപാട് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം ഇൻ കമ്മിങ് എപ്പിസോഡ്സ് അല്ലേ? ഷുവർ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.